ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് നമ്മുടെ അതിജീവിതയുടെ വക്കീൽ എന്ന് പറയുന്ന ആള് ശരിക്കും കോടതി വിമർശിച്ചു എന്ന് നമ്മളെല്ലാവരും കേട്ടു. ആളൊരു പരിഹാസ്യമായി തീർന്നു, സമൂഹത്തിൽ മുഴുവൻ പരിഹാസ്യമായി തീർന്നു. പക്ഷേ ഈ അതിജീവിതയോട് ശരിക്കും ഈ വക്കീൽ ചെയ്തത് അല്ലെങ്കിൽ ഈ ലോയർ ചെയ്തത് ശരിക്കും ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും വഞ്ചിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? ആ കേസില് ഏൽപ്പിച്ചു കഴിഞ്ഞ ആ കേസ് ഏറ്റെടുക്കാതെ മര്യാദയ്ക്ക് കൊണ്ട് നടക്കാതെ ശരിക്കും 10 ഡേയ്സ് പോലും അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും ജഡ്ജി പറഞ്ഞത് അതാണ്. അതുപോലെ തന്നെ ഉള്ള സമയത്ത് മുഴുവൻ ഉറങ്ങും, അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ജഡ്ജി. അത് ഇല്ല എന്ന് ആള് പറയുന്നില്ല. ആളെന്താണ് പറയുന്നപ്പോഴും മനുഷ്യനല്ലേ, പെട്ടെന്ന് ഉറങ്ങിപ്പോയിരിക്കാം. എന്താണ്, കോടതിയില് ബോറടിച്ചപ്പോ ഉറങ്ങിയതായിരിക്കും എന്നൊക്കെയാണ് ആള് പറയുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ജഡ്ജി നുണ പറയാണെന്ന് പറഞ്ഞിട്ടില്ല. ആള് അത് സമ്മതിച്ചു തരുന്നുണ്ട്. 10 ദിവസം പോലും ചെല്ലാതെ എങ്ങനെയാണ് ഈ കേസ് ദിലീപിനെ ശിക്ഷിക്കണം, തൂക്കിലേറ്റണം എന്ന് ഇവർ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പൊ എന്തോരം നീതി ആ അതിജീവിതയോട് കാണിച്ചിട്ടുണ്ട്. ഒരു കേസുകളെ ദൈവത്തെ പോലെ കരുതിക്കൊണ്ടാണ് ഒരു കേസ് ഏൽപ്പിച്ചത്. അതിജീവിത ഇത് തെളിയിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് കിടന്ന് ഉറങ്ങാനും അല്ലെങ്കിൽ 10 ദിവസം പോലും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കാനുമായിരുന്നു എങ്കിൽ എന്തിനാണ് ഈ കേസ് എടുത്തത്? വേറെ നല്ല വക്കീലന്മാരെ കൊണ്ട് ശരിക്കും ചെയ്യിക്കാമായിരുന്നില്ലേ? ശരിക്കും വഞ്ചിക്കുകയായിരുന്നു. എനിക്കതാ പറയാനുള്ളൂ. ശരിക്കും വഞ്ചിക്കുകയായിരുന്നു. അതും ഓരോ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചാനൽ ചർച്ചകളിൽ ഈ മൂപ്പരാൾ ഓരോന്ന് തട്ടിവിടും. എന്നിട്ട് അടുത്ത ചാനൽ ചർച്ചയിൽ ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കും. ഇപ്പൊ അവസാനമായിട്ട് പറഞ്ഞത് എന്താണ്? ദിലീപ് ചെയ്യുകയാണ് എങ്കിൽ, ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഈ നിയമത്തിന് മുന്നിൽ എന്ന് പറഞ്ഞ വ്യക്തി വേറൊരു ചാനൽ ചർച്ചയിൽ ചെന്നിരുന്നപ്പോൾ അവരിത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം, എനിക്ക് ഇയാളോടൊപ്പം സംസാരിക്കാൻ ഇഷ്ടമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ദിലീപിനെയും അതിന്റെ കൂട്ടാളികളെയും ഉയർത്തി കാണിക്കാൻ, സുനിനെയും ഉയർത്തി കാണിക്കാനാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതാണോ അതിനുള്ള മറുപടി? ഇയാള് പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളാണ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്, ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടെ. ഓക്കെ. അപ്പോ ഈ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ മൂപ്പരാളെല്ലാം വന്നിരുന്ന് പറയും. അതായത് മഞ്ജു വാര്യറെ പോലും മദ്യപാനിയാണ് എന്ന് നമ്മൾ അറിഞ്ഞത് ഈ ഒരു വക്കീല് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയില്ലായിരുന്നു മഞ്ജു വാര്യർ മദ്യപാനിയായിരുന്നു എന്ന്. മഞ്ജു വാര്യർ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് കാരണമാണ് എന്നാണ് ആളിരുന്ന് പറയുന്നത്. ദിലീപ് കേസ് കൊടുത്തിരിക്കുന്നു മഞ്ജു വാര്യർ മദ്യപാനിയാണ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഈ മൂപ്പരാള് പറഞ്ഞിട്ടാണ്. എന്നിട്ട് മൂപ്പരാള് വലിയ ക്രെഡിറ്റ് ആയി പറയുന്നത് എന്താണ്? ദിലീപ് കാരണമാണ് അങ്ങനെ ചെയ്തത് എന്ന് ക്രെഡിറ്റ് ആയി പറയുമ്പോൾ, ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് തേഞ്ഞു പോകുന്നത് ആരാണ്? മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും. പക്ഷെ മൗനമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം എടുത്തിട്ട് അലക്കിയിട്ട് എന്തിനാണ്? എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് ഈ സംഭവത്തെ, അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തെ വലുതാക്കണ്ടല്ലോ എന്ന് കരുതില്ല. അപ്പൊ അറിയാത്തവരൊന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് ഈ മൂപ്പരാൾ എടുത്തിടും. ഈ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ പൊട്ടത്തരങ്ങളാണ്. അപഹാസ്യ കഥാപാത്രമായിട്ട് നടക്കുകയാണ് ശരിക്കും അതിജീവിതയുടെ വക്കീല്. ഇപ്പോഴാണ് നമ്മൾ, ഇത്രയും കാലം നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ജഡ്ജി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം. അത് ആള് ശരിയാണ് എന്ന് ആള് വെക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനല്ലേ, ഉറങ്ങിപ്പോവും, ബോറടിക്കുമ്പോൾ ഉറങ്ങാറുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം കോടതി ടൈം എത്രത്തോളം ടൈം ഉണ്ടെന്ന്. ഉറങ്ങിപ്പോണ ടൈം മുതൽ 11 മണിക്കല്ലേ കൂടുന്നേ, 1 മണിയൊക്കെ അവസാനിക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ എപ്പോഴാ കൂടുന്നേ? അപ്പൊ ആ ടൈമിൽ ഇവർക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് എല്ലാ കേസും ഇവർക്ക് വാദിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഇവരുടെ കേസ് മാത്രം, ആ കേസിന് പോലും അറ്റൻഡ് ചെയ്യാത്ത വ്യക്തിയാണ് ഈ വ്യക്തി. സാധാരണ ഒരു ഓഫീസൊന്നും വർക്ക് ചെയ്യുന്ന അത്രയൊന്നും ടൈം ഒന്നും ഈ കോടതി വർക്ക് ചെയ്യുന്നില്ല. ഇവർ എത്ര ദിവസം ചെന്നിട്ടുണ്ട് സ്വന്തം കേസിന് വേണ്ടി. മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ തന്നെ ഇവരെന്താ പറഞ്ഞത്? ആ മാർട്ടിൻ എന്ന് പറയുന്ന 2ാം പ്രതി മെമ്മറി കാർഡ് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഫ്ലഷ് ചെയ്ത് കളയുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ മാർട്ടിനെ പോലീസ് പിടിക്കുന്നത് എപ്പോഴാണ്? ഈ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത അന്ന് തന്നെ ലാലിന്റെ വീട്ടിൽ, അവിടുന്ന് എവിടേക്കും പോകാൻ, ഫ്ലഷ് ചെയ്യാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ലാലിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം പിടിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ മെമ്മറി കാർഡ് അപ്പോ പോലീസ് പിടിക്കേണ്ടതല്ലേ? ലാലിന്റെ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ദിലീപിന് ഇവര് കൈമാറിയത്? ദിലീപിന് കൈമാറി ദിലീപ് കണ്ടു എന്നൊക്കെയാണ് ബാലചന്ദ്രൻ കുമാർ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ മെമ്മറി കാർഡ് ദിലീപിന് എങ്ങനെ കൈമാറി? ലാലിന്റെ വീട്ടിൽ വെച്ച് കൈമാറിയോ? അപ്പൊ ഇവരെ കൊത്തു കളിച്ചതാണോ? എന്നിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഫ്ലഷ് ചെയ്തോ? ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ കൂട്ടി തൊടാതെയാണ് ടി ബി മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഈ മേഡം പറയുന്നത്.
ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഈ മാർട്ടിനെ അന്ന് പിടിച്ചിട്ട് ലാലിന്റെ വീട്ടിൽ വെച്ച് പിടിച്ചിട്ട് പിന്നെ ഈ ആള് പുറത്തിറങ്ങുന്നത് 2.5 വർഷം കഴിഞ്ഞിട്ടാട്ടോ. 2 വർഷം 2.5 വർഷം കഴിഞ്ഞിട്ടാ ആള് പുറത്തിറങ്ങുന്നത്. അപ്പൊ അതിനുള്ളിൽ മെമ്മറി കാർഡ് ഇവർക്ക് ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എവിടെന്നാണ് അപ്പൊ ആള് ഫ്ലഷ് ചെയ്ത് ജയിലിൽ വെച്ചിട്ടാണ് ഫ്ലഷ് ചെയ്തത്. അപ്പൊ അവരുടെ പിടിപ്പുകേടല്ലേ അങ്ങനെയാണെങ്കിൽ. അപ്പൊ ദിലീപിന് എങ്ങനെ കിട്ടിയത്? അപ്പൊ ഇവരുടെ കയ്യിലിരിക്കുന്ന മാർട്ടിൻ ദിലീപിന് എങ്ങനെയാണ് ഈ ഫ്ലഷ് ചെയ്ത ഈ മെമ്മറി കാർഡ് കൊടുത്തത്? അവക്കൊക്കെ ഇവർക്കുള്ള പാര തന്നെയാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എന്നെ പിടിച്ചിട്ടുണ്ട്. അതായത് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടില് അതിജീവിതമായിട്ട് കൊണ്ട് ചെന്ന് അവിടെ നിന്നിരിക്കുമ്പോ തന്നെ പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവൻ എങ്ങനെ എവിടെ വെച്ച് ഫ്ലഷ് ചെയ്തെന്നാ പറയണേ? ലാലിന്റെ ടോയ്ലറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? അത് ഫ്ലാറ്റ് അല്ലേ? അപ്പൊ എത്ര എത്ര ആൾക്കാരുടെ ടോയ്ലറ്റ് ഒരുമിച്ച് വന്ന് പറയുന്നതായിരിക്കും അത്. അപ്പൊ അത് ചെക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ മുട്ട് ന്യായങ്ങളാണ് പറഞ്ഞു നിൽക്കുന്നത് ഇവര്. അതുപോലെ ഒരു കലിയുഗ ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ സന്തോഷ് നായർ എന്ന് പറഞ്ഞിട്ട്. അത് അയാൾ പറയുന്നുണ്ട് ദിലീപ് കാവ്യ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ അയാൾ പ്രവചിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിലീപിന് കാരാഗൃഹവാസം ഉണ്ടാകും. ദിലീപ് കേസിലൊന്നും പെടാതെ രക്ഷപ്പെടും. കോടതിയിൽ നിന്ന് രക്ഷപ്പെടും. എത്ര വർഷം കഴിഞ്ഞാലും രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 3 കല്യാണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ. ഇനി നടക്കാനിരിക്കുന്ന ഒരു സംഭവം അയാൾ പ്രവചിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ എത്തിയാലും ഈ കേസിന് ദിലീപ് ഊരിപ്പോരും. ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ അയാൾ നെഗറ്റീവായിട്ടാണ് അത് പറയുന്നത് കേട്ടോ. അയാൾ പറയുന്നത് എന്താണ്? ഗോവിന്ദച്ചാമിയുടെ കേസിൽ പോലും ആളൂർ എന്ന് പറഞ്ഞ വക്കീൽ വന്നപ്പോ സൗമ്യ സ്വയം ബലാത്സംഗം ചെയ്ത് ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയതാണ് എന്ന് തെളിയിച്ചു ആളൂര്. അപ്പൊ വക്കീലിന്റെ സാമർത്ഥ്യവും കഴിവും അല്ലെങ്കിൽ ഈ തെളിവുകൾ ഇല്ലാതാക്കലും ചെയ്തു കഴിഞ്ഞാൽ അത് കയ്യിൽ തുട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ ഗോവിന്ദചാമിക്ക് കിട്ടിയ പോലെ തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ ഊരിപ്പോരാൻ പറ്റും എന്നാണ് ഈ കലിയുഗ ജ്യോത്സ്യൻ പറയുന്നത്. ശരിക്കും അയാൾ ദിലീപിനെ ആക്കി പറയാണ്. അല്ലാതെ ദിലീപിനെ നല്ലതായിട്ട് പറഞ്ഞതൊന്നുമല്ല. ദിലീപ് ഹൈക്കോടതിയിൽ എത്തിയാൽ ഊരിപ്പോരും എന്ന് പറയുന്നത് അയാളെ കയ്യിൽ നല്ല എന്താണ് തുട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വക്കീലുണ്ട്. കഴിവും സാമർത്ഥ്യമുള്ള വക്കീലുണ്ട്. അതുകൊണ്ട് ഊരിപ്പോരും എന്നാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ കലിയുഗ ജ്യോത്സ്യന് തെറ്റ് പറ്റിപ്പോയി. ഞാനൊരു കാര്യം പറയട്ടെ? ഗോവിന്ദച്ചാമി അതുപോലെ തന്നെ സൗമ്യയുടെ കേസ് എന്ന് പറഞ്ഞാൽ സൗമ്യക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നില്ല. വമ്പൻ ചാക്കുകൾ ഉണ്ടായിരുന്നില്ല. സൗമ്യയുടെ പാവപ്പെട്ട അമ്മയും ഒരു ചെറിയൊരു ആങ്ങളയും മാത്രമാണ് ഒരു ഭാഗത്ത്. മറ്റേ ഭാഗത്ത് ഗോവിന്ദച്ചാമിയും കുറച്ച് പൈസക്കാരുമാണ് ഒരു ഭാഗത്ത്. അപ്പൊ ഗോവിന്ദച്ചാമിക്ക് സുഖമായിട്ട് ഊരിപ്പോരാൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ ദിലീപിന്റെ കേസ് അതാണോ? ദിലീപ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇതിന് ചുറ്റും അതിജീവിതയെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വമ്പൻ ചാക്കുകൾ അതിജീവിതയെ പ്രൊട്ടക്ട് ചെയ്യല്ല. ആ ഒരു വ്യക്തിയെ ബലാത്സംഗം ചെയ്ത ഗൂഢാലോചന ചെയ്ത വ്യക്തിയെ പിടിക്കാനല്ല, ദിലീപിനെ വലവീശിക്കൊണ്ട് അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു സെറ്റ് ആൾക്കാർ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദിലീപിന് എങ്ങനെ ഊരിപ്പോരാൻ പറ്റും? തെളിവുകൾ അവര് വല വിരിച്ച എട്ടുകാലിയുടെ വല വിരിച്ച പോലെയാണ് വിരിച്ചു നിൽക്കുന്നത്. ദിലീപ് ആ വല മുഴുവൻ വെട്ടാൻ ദിലീപിന് സാധിക്കുമോ? ഇല്ല. അപ്പൊ ദിലീപിന് എത്ര വമ്പൻ പണം ഉണ്ടെങ്കിലും ഒരാളുടെ പണമാണ് ദിലീപ് യൂസ് ചെയ്യുന്നുള്ളൂ, അയാളുടെ മാത്രം. പക്ഷെ ദിലീപിനെ കുടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ആൾക്കാർ മതിൽ കെട്ടി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ദിലീപിന് എങ്ങനെ ഊരിപ്പോരാൻ പറ്റും? എന്നിട്ടും അയാൾ ഊരിപ്പോന്നിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് 100% ഷുവറാണ്. ഇത്രയും പേര് 8 വർഷം പരിശ്രമിച്ചില്ലേ? എത്ര എത്ര പേരാണ്? ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഈ സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? DNA ന്യൂസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നതാണ്, ഒരാള് പോലും ഈ സമയത്ത് ദിലീപ് രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. എല്ലാവരും ദിലീപിന് ശിക്ഷ കിട്ടുമോ എന്ന് ചോദിച്ച് സന്തോഷിക്കുന്നവർ മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത് എന്ന് ഈ എഴുത്തുകാരനായിട്ടുള്ള സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കഥകളും കൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇദ്ദേഹം അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ദേഷ്യം അയാൾക്ക് ഉണ്ടാവും മനസ്സിൽ കേട്ടോ. ഇപ്പൊ എന്റെ കോലൊക്കെ ഭയങ്കര വികൃതമായി, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ കഥ ആരും എടുക്കത്തില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അയാൾ പറയുന്നത് വെച്ചാൽ ദിലീപ് 100% അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. നിയമത്തിന് മുന്നിൽ അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അയാൾ ആത്മാവിനോട് തന്നെ ചോദിച്ചു നോക്കൂ എന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്? എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള ആൾക്കാരിൽ എന്താണ് മനസ്സിലാവാത്തത്? ഒരാളെ കുടുക്കാൻ കുറെ പേര് തുനിഞ്ഞിറങ്ങിയാൽ തെറ്റ് ചെയ്യാത്ത വ്യക്തി പോലും കുടുങ്ങിപ്പോവും. അങ്ങനെയാണ് ദിലീപിന് 85 ദിവസം കാരാഗൃഹവാസം ഉണ്ടായത്. പക്ഷേ അയാള് ദൈവം രക്ഷിച്ചതാണ്. 8 വർഷം അയാൾ കഷ്ടപ്പെട്ടാലും ദൈവം രക്ഷിച്ചു.
എന്നിട്ടും അംഗീകരിക്കാതെ നിൽക്കുന്നത് എന്തിനാണ്? അപ്പോഴും അതിജീവിതയുടെ ഒപ്പമല്ല അപ്പം നിങ്ങൾ നിൽക്കുന്നത്. അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്നവർ എന്താ വേണ്ടത്? നല്ലൊരു വക്കീലിനെ വെച്ച് തെളിവുകളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങള് പൊരുതണം. ആരാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ചെയ്തത്? പെണ്ണാണോ? ആണാണോ? എന്ന് വെച്ചിട്ട്. അതില്ലാതെ ദിലീപ് അതിജീവിതേനെ ബലാത്സംഗം ചെയ്തു. ദിലീപ് തന്നെ. ഉടനെ അകത്തിടൂ, അകത്തിടൂ. എല്ലാവരും വായോണ്ട് പറയുന്നതാണ്. ഇത് ശരിയായിട്ടുള്ള പ്രവണതയേ അല്ല.